ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് കുറഞ്ഞ സമയത്തിൽ കിടിലൻ രുചിയിൽ പെർഫെക്റ്റ് സമോസ ഉണ്ടാക്കിയാലോ? നമുക്കിഷ്ടമുള്ള ഫില്ലിംഗ് വെച്ച് ഒട്ടും എണ്ണ കുടിക്കാത്ത പെർഫെക്റ്റ് സമോസ. ഫില്ലിംഗ് തയ്യാറാക്കാനായി 1 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, 1/2 കപ്പ് കാബേജ്, 3 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 2 സവാള ചെറുതായി മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില മുറിച്ചത്, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെറുതായി മുറിച്ചെടുത്തത്. അടുത്തത് സമോസയ്ക്ക് രുചി കൂട്ടാനായി ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. എന്താണെന്ന് അറിയണ്ടേ? 2 സമോസ ഷീറ്റ് എടുത്ത് അതിനെ ചെറിയ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. ഇതിനെ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. അതിനായി ആവശ്യമുള്ളത്ര എണ്ണ ഒരു കടായിലേക്ക് ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതിലാണോ നിങ്ങൾ സമോസ ഉണ്ടാക്കുന്നത് ആ എണ്ണ ഒഴിച്ച് ഈ പീസുകളെല്ലാം നല്ല ക്രിസ്പിയായി പൊരിച്ചെടുക്കാം. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. സമോസയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാനായി 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 3 പച്ചമുളകും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായി മുറിച്ചതും 2 തണ്ട് കറിവേപ്പില മുറിച്ചതും കുറച്ച് ഉപ്പ് കൂടിയിട്ട് നല്ല ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ വഴറ്റാം. സവാളയൊക്കെ വഴണ്ടി വരുമ്പം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. മുട്ടക്കോസും ബീൻസും ക്യാരറ്റും പിന്നെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ഗ്രീൻ പീസുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ വേവിക്കാതെ തന്നെ ഇതിലോട്ട് നേരിട്ട് ചേർക്കാവുന്നതാണ്. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതുകൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മസാല പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി വേവിക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ മാറി ഈ കൂട്ടിന്റെ കളറ് കണ്ടോ? ഉരുളക്കിഴങ്ങെല്ലാം ആവശ്യത്തിന് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് 4 മിനിറ്റ് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആ സമയത്ത് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിലൊന്നാണ് 1 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകം. ഇത് നമ്മുടെ സമോസയ്ക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാനുണ്ട്. നാരങ്ങയുടെ കുരു ഈ മിക്സിലേക്ക് വീഴാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് രസം വരും. 1 പിടി മുറിച്ച മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എടുത്ത് വെച്ചിട്ടില്ലേ, സമോസ ഷീറ്റ് പൊരിച്ചെടുത്തത്. അതിനെടുത്ത് കൈവച്ച് നല്ലപോലെ ക്രഷ് ചെയ്ത ശേഷം ഈ കൂട്ടിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. ഈ കൂട്ട് റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലപോലെ തണുക്കട്ടെ. അപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. സമോസ ഉണ്ടാക്കാനായി റെഡിമെയ്ഡ് സമോസ ഷീറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. ആവശ്യമുള്ള ഷീറ്റുകൾ നമുക്കിപ്പോൾ എടുക്കാം. പൊട്ടിപ്പോവാതെ പതുക്കെ വേണം എടുക്കാൻ. ഒരു ഷീറ്റ് എടുത്ത് പ്ലേറ്റിൽ വെച്ച ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ആ മൈദ പേസ്റ്റ് നമുക്ക് ഇവിടെ തേച്ച് കൊടുക്കാം. കുറച്ചെടുത്ത് ഇവിടെയും തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. വളരെ എളുപ്പമല്ലേ ഫോൾഡ് ചെയ്യാൻ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നല്ലൊരു കോണായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഫില്ലാക്കരുത്, സമോസ പൊട്ടിപ്പോവും. ആ മൈദ പേസ്റ്റ് എടുത്ത് 2 ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുത്ത ശേഷം സമോസയുടെ ഷേപ്പിൽ നമുക്ക് മടക്കാം. ഈ ഭാഗം കൂടി ഒന്ന് തേക്കണം. ഇനി ഇത് ഒട്ടിച്ചു വയ്ക്കാം. സമോസ റെഡി ആയില്ലേ? എത്ര എളുപ്പമാണല്ലേ ഇതുണ്ടാക്കാൻ? ഇതുപോലെ ബാക്കിയുള്ള സമോസകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇതുവരെയും വീട്ടിൽ സമോസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സമോസ ഷീറ്റ് വാങ്ങി ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിപ്പം വെജ് സമോസയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾസിന് പകരം ചിക്കനോ മട്ടണോ ഉപയോഗിച്ചും നമുക്ക് ഇങ്ങനെ ഒരു സമോസ ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് നമ്മുടെ രുചിക്കനുസരിച്ചുള്ള സമോസ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആവശ്യമുള്ളത്ര സമോസ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി വരുന്ന ഫില്ലിംഗ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും സമോസ ഉണ്ടാക്കാം. സമോസ ഉണ്ടാക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ചൂട് പാകമായോ എന്നറിയാനായിട്ട് ഒരു പീസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉടനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടായി എന്നാണ് അർത്ഥം. സമോസ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. അതിനുശേഷം സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഓരോ സമോസയും തിരിച്ചും മറിച്ചും ഇട്ട് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. സമോസകളെല്ലാം ഗോൾഡൻ കളർ ആവുമ്പം ഫ്ലെയിം ഒന്ന് ഹൈലാക്കിയ ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പലഹാരങ്ങൾ എണ്ണയിൽ നിന്നും എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയാൽ അത് എണ്ണ കുടിക്കില്ല എന്നാണ് പറയുന്നത്. ഇതേ നമ്മുടെ സമോസകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. ഇതുപോലെ അടുത്ത ബാച്ചും ചുട്ടെടുക്കണം.
സമോസകളൊന്നും പൊട്ടാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുകയും വേണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു സൂത്രം പറഞ്ഞുതരാം. ഈ ഫില്ലിംഗ് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വിരുന്നുകാർ വരുമ്പം നിമിഷങ്ങൾക്കുള്ളിൽ നല്ല രുചിയുള്ള ക്രിസ്പി സമോസ ഉണ്ടാക്കി അവരെ ഞെട്ടിക്കുകയും ചെയ്യാം. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.